വെൽക്കം ബാക്ക് ടു ആയ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നൊരു മസാല ദോശ ആയാലോ. ഇത് സാധാരണ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന മസാല ദോശയല്ല കേട്ടോ. അങ്ങനെയാണെന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഓടണ്ട. ഇതിൽ കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു മസാല ദോശയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. മസാല ദോശ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കടയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പേസ്റ്റാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സവാള അരിഞ്ഞതും എരിവിന് ആവശ്യമായ പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് സോഫ്റ്റായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. ഇതിലിനി മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് മുളക് പൊടി വേണ്ട. ഇനി എരിവ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. തക്കാളിയൊക്കെ വെച്ചിട്ടൊന്ന് സോഫ്റ്റായി ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതൊന്ന് ഉടച്ചിട്ട് എടുത്താണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്താൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അത് ചേർക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാല. ഇനി നമുക്ക് ഈ ഒരു മസാല നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഞാൻ ബാറ്റർ തയ്യാറാക്കുന്നൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ബാറ്റർ തയ്യാറാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ദോശ ബാറ്റർ തയ്യാറാക്കുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശ തവയിൽ ദോശ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി. പുറമേ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നമ്മുടെ മസാലയും ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശ റെഡി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ദോശ ചുട്ടെടുത്ത് അതിലേക്ക് മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ റോൾ ചെയ്തിട്ട് മസാല ദോശ തയ്യാറാക്കിയെടുക്കാം. ഈ ദോശമാവ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ദോശയുടെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ദോശമാവ് തയ്യാറാക്കുന്ന വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സൂപ്പർ മസാല ദോശയുടെ റെസിപ്പി. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന മസാല ദോശയിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.